നീറ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി ഉയരുകയാണ്. ഒഡീഷ സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് ഡെറാഡൂണിൽ. പരാതി ഉയർന്നതോടെ പരീക്ഷാ കേന്ദ്രം ഭുവനേശ്വറിലേക്ക് മാറ്റി. നേരത്തെ നാഗ്പൂർ സ്വദേശിക്ക് അബുദാബിയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതിലും പരാതി ഉയർന്നിരുന്നു. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായുള്ളത്. വിഷ്ണു, 14 ആത്മഹത്യകൾ രാജ്യത്ത് ഇതിനോടകം നീറ്റ് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. പുനഃപരിശോധന നടത്തുകയാണ്, പുനഃപരീക്ഷ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വലിയ ട്രോമ. ഒരു തവണ എഴുതിയ പരീക്ഷ ഒരിക്കൽ കൂടി എഴുതുക എന്ന പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ പരീക്ഷാ സെന്ററുകളും തോന്നിയിടത്തൊക്കെ കൊടുക്കുന്നത്. എന്താണ് ഇതിനൊക്കെ നൽകുന്ന വിശദീകരണം? എന്തായാലും ഈ വിഷയത്തിൽ NTA നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഗ്ലിച്ചാണ്, അതായത് സാങ്കേതികമായ പിശകാണ് എന്ന് മാത്രമാണ് NTA പറയുന്നത്. ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് പോലും NTA എക്സലിലൂടെ മറുപടി നൽകുന്നുണ്ട്. പരാതി പരിഹരിച്ചിട്ടുണ്ട്, പുതിയ ഹാൾ ടിക്കറ്റ് നൽകുന്നുണ്ട് എന്ന് തുടങ്ങിയ വിശദീകരണമാണ് NTA നൽകുന്നത്. അല്പസമയം മുൻപ് NTA ഡയറക്ടർ ജനറൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ വീണ്ടും പുതിയ അഡ്മിഷൻ കാർഡ് നൽകിയിട്ടുണ്ട് എന്നാണ്. ഏറ്റവും ആദ്യം പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ നിന്നാണ്. നാഗ്പൂർ സ്വദേശിക്ക് ഇത്തരത്തിൽ പരീക്ഷ കേന്ദ്രം നൽകിയത് അബുദാബിയിലാണ്. ഇയാൾക്ക് പാസ്പോർട്ട് പോലുമില്ല. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് നാളെ അബുദാബിയിലെത്തി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് കുടുംബം തന്നെ പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് NTA വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഇന്ന് നാഗ്പൂരിൽ തന്നെ മറ്റൊരു പരീക്ഷാ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഒഡീഷ സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കും സമാനമായ ദുരനുഭവം ഉണ്ടായി. ഇവർക്ക് ഭുവനേശ്വറിലായിരുന്നു പരീക്ഷാ കേന്ദ്രം വേണ്ടിയിരുന്നത്. പക്ഷേ ഇവർക്ക് അനുവദിച്ചത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഏകദേശം 1000-ലേറെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലൊരു പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതും ടെക്നിക്കൽ ഗ്ലിച്ച് എന്നാണ് NTA പറയുന്നത്. എന്തായാലും NTA 2 വിദ്യാർത്ഥികൾക്കും പുതിയ അഡ്മിഷൻ കാർഡുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് പരീക്ഷ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികൾക്ക് ഇങ്ങനെ ഗ്ലിച്ചുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വലിയ അവമതിപ്പാണ് ഇത്തവണത്തെ പരീക്ഷാ നടത്തിപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്.